എല്ലാവർക്കും ജി കെ ടിപ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഈ ആഴ്ച ജനറൽ ക്വസ്റ്റ്യൻസ് വരുന്ന പി എസ് സി എക്സാംസ് ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, SCERT പാഠഭാഗം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. SCERT സോഷ്യൽ സയൻസിലെ 8ാമത്തെ പാഠം നാടറിയാം. അതിൽ കേരളത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ആദ്യമായിട്ട് വരുന്ന ഫാക്റ്റ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി. കേരളത്തിൽ 3 ഭൂപ്രകൃതി വിഭാഗങ്ങളാണുള്ളത്: മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണ് ഇത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിന് മുകളിലാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. അപ്പോൾ മലനാട് സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്റർ, ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ്. ഇടനാട് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരം. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമാണ് ഇടനാടിൻ്റെ സവിശേഷത. അപ്പം മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഉയരം. സവിശേഷത ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും. തീരപ്രദേശം കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം. ഇനി കേരളത്തിലെ തീരപ്രദേശം എന്ന് പറയുന്നത് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7.5 മീറ്റർ വരെയാണ് ഉയരം. ഇനി കേരളത്തിൻ്റെ കാലാവസ്ഥയാണ് പറയുന്നത്. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ പ്രധാനമായിട്ടും 2 മഴക്കാലമാണ് ഉള്ളത്: തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അഥവാ കാലവർഷം, വടക്കുകിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം. ഇനി എന്താണ് മൺസൂൺ? കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. കടലിൽ നിന്നും വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. തീരങ്ങളിൽ ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്നറിയപ്പെടുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ വടക്കുകിഴക്കു നിന്നും വീശുന്നു. ഈ കാറ്റുകൾ വടക്കുകിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴക്കാലം കേരളത്തിൽ തുലാവർഷം എന്നറിയപ്പെടുന്നു. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. അപ്പോൾ ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്നതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. അപ്പോൾ ഈ മൺസൂൺ കാറ്റിന് പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നതിനാൽ കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കും. ഇനി ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വടക്കുകിഴക്ക് ദിശയിൽ നിന്നും വീശുന്ന കാറ്റുകളാണ് വടക്കുകിഴക്കൻ മൺസൂൺ കാറ്റ്. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഈർപ്പം നിറയും. അങ്ങനെ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാകും. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം കേരളത്തിൽ കാലവർഷമെന്നും വടക്കുകിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ തുലാവർഷമെന്നും അറിയപ്പെടും. ഇനി കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിലെ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിൻ്റെ തീവ്രത കുറച്ച് ആശ്വാസം നൽകുന്നു. അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെ കാലാവസ്ഥ: തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്കുകിഴക്കൻ മൺസൂൺ, പിന്നെ വേനൽക്കാലം എന്ന് പറയുന്നത് മാർച്ച് മുതൽ മെയ് വരെ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കേരളത്തിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൽ നിന്നാണ്. ഇനി കേരളത്തിലെ മണ്ണാണ്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലവും വായുവും പോലെ പ്രാധാന്യമുള്ളതാണ് മണ്ണ്. മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളില്ല, സസ്യങ്ങളില്ലെങ്കിൽ അവയെ ആശ്രയിക്കുന്ന ജീവികളും ഇല്ല. ഇനി എങ്ങനെയാണ് മണ്ണ് രൂപപ്പെടുന്നത്?
പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം മണ്ണ് രൂപപ്പെടാൻ പല ഘടകങ്ങളും സ്വാധീനിക്കുന്നുണ്ട്. കാലാവസ്ഥ, പാറയുടെ ഘടന, അതേപോലെ കാലപ്പഴക്കം, സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ എന്നിവയുടെ പ്രവർത്തനം, ഇതൊക്കെ മണ്ണ് രൂപപ്പെടാൻ കാരണമാകുന്നുണ്ട്. ഇനി വിവിധ തരത്തിലുള്ള മണ്ണുണ്ട്. ചെങ്കൽ മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ, ചെമ്മണ്ണ്, റെഡ് സോയിൽ, എക്കൽ മണ്ണ്, അലൂവിയൽ സോയിൽ, വനമണ്ണ്, ഫോറസ്റ്റ് സോയിൽ. ഇതാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ. പിന്നെ കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ, പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. പ്രധാന മണ്ണിനങ്ങൾ ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണാണ്. ചില സ്ഥലങ്ങളിൽ കറുത്ത മണ്ണും പീറ്റ് മണ്ണും കാണപ്പെടുന്നുണ്ട്. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത്. ഡിസംബർ 5 ലോക മണ്ണ് സംരക്ഷണ ദിനം. ഇനി കേരളത്തിൻ്റെ ജലസ്രോതസ്സാണ്. കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോടുകൂടി ചെരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത്. സഹ്യപർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടും ഒഴുകുന്നു. ഇനി ജലസംരക്ഷണത്തിനുള്ള ചില മാർഗങ്ങൾ പറയുന്നുണ്ട്. മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ തുടങ്ങിയ മാർഗങ്ങൾ ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇനി ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ചില പദ്ധതികളും അവ നിർവഹിക്കുന്ന വകുപ്പുകളെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരളം മിഷനാണ്. മാലിന്യമുക്തം നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാരാണ്. ഇനി ഞാൻ ഒഴുകട്ടെ ഹരിത കേരളം മിഷൻ, മാലിന്യമുക്തം നവകേരളം, തെളിനീരൊഴുകും നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ. കേരളത്തിലെ വിള വൈവിധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നു. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലും ആലപ്പുഴയിലെ കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. അപ്പം കേരളത്തിൽ തേയില വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ ഇടുക്കിയിലെ മൂന്നാർ, പീരുമേട്, വയനാട്ടിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി. ഇനി നെൽകൃഷി വ്യാപകമായിട്ട് ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലും കുട്ടനാട്ടിലും. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യമൊരുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു. അപ്പം മലനാട്ടിലാണ് കൂടുതലായിട്ടും തേയില, ഏലം, കാപ്പി, കുരുമുളക് എന്നിവ കൃഷി ചെയ്യുന്നത്. അതിനനുയോജ്യമായ ഭൂപ്രകൃതി എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരക്കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, അതുപോലെ തന്നെ ചരിവാർന്ന ഭൂപ്രകൃതി. ഭൂപ്രകൃതിയും മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴകൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഇടനാട്ടിൽ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളും അതോടൊപ്പം വാഴ, റബ്ബർ തുടങ്ങിയവയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. തീരപ്രദേശത്തെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പുരസമുള്ള മണ്ണ് സഹായകമാണ്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീരപ്രദേശത്തെ പ്രധാന വിളകൾ നെല്ലും തെങ്ങുമാണ്. പിന്നെ കായലുകൾ മത്സ്യകൃഷിക്കും ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലുമുള്ള മണ്ണ്, നിലനിൽക്കുന്ന കാലാവസ്ഥ, ലഭിക്കുന്ന മഴ എന്നിവയ്ക്ക് അനുസൃതമായാണ് അവിടുത്തെ കൃഷി രൂപപ്പെട്ടിട്ടുള്ളത്. കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ്.
ഓണം ഒരു വിളവെടുപ്പുത്സവമാണ്. അതുപോലെ വിഷുവും വിളവെടുപ്പുമായാണ് ബന്ധം. ഇനി മഴക്കാലത്തിന് ശേഷം കേരളത്തിലെ ജലാശയങ്ങളിൽ നടക്കുന്ന വള്ളംകളി മത്സരങ്ങൾ, വയലുകളിൽ നടക്കുന്ന കാളപൂട്ട് മത്സരങ്ങൾ എന്നിവ കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി പറയുന്നത് കേരളത്തിൻ്റെ തൊഴിൽ വൈവിധ്യമാണ്. ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റു തൊഴിൽ മേഖലകളിലെ പുരോഗതിയും. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും മനുഷ്യ വിഭവശേഷിക്കും പങ്കുണ്ട്. ഓരോ പ്രദേശത്തെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുഗുണമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. കായലോരങ്ങളിലെ തൊണ്ടുതല്ലലും കയറുപിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലും ഇതിന് ഉദാഹരണങ്ങളാണ്. കേരളവും പ്രകൃതി ദുരന്തങ്ങളും. എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ? ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. 2004 ഉണ്ടായ സുനാമി കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായി. അതേപോലെ 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം, 2019 കവളപ്പാറയിലും 2020 പെട്ടിമുടിയിലും 2024 വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല എന്നീ പ്രദേശങ്ങളിലും ഉണ്ടായ ഉരുൾപൊട്ടലുകൾ ആ പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു. ഇനി ദുരന്ത നിവാരണവും ലഘൂകരണവും. ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താം? മുന്നൊരുക്കങ്ങളെ 3ആയി തിരിച്ചിട്ടുണ്ട്. ദുരന്ത പൂർവ്വ നിവാരണ പ്രവർത്തനം, ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം, ദുരന്താനന്തര പ്രവർത്തനം. ദുരന്ത പൂർവ്വ നിവാരണ പ്രവർത്തനം ദുരന്തം വരുന്നതിന് മുമ്പ് നടത്തുന്ന കാര്യങ്ങൾ. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക. ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക. ഇതാണ് ദുരന്ത പൂർവ്വ നിവാരണ പ്രവർത്തനം. ഇനി ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക. ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. അതാണ് ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം. ഇനി ദുരന്താനന്തര പ്രവർത്തനം. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുക. ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇത്രയാണ് ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ. ദുരന്ത പൂർവ്വ നിവാരണ പ്രവർത്തനം, ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം, ദുരന്താനന്തര പ്രവർത്തനം. പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെൽ, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഭാഗത്തിൻ്റെ തുടക്ക ഭാഗത്തിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ മാതൃവന്ദനം എന്ന കവിതയിൽ കേരളത്തെ വർണ്ണിക്കുന്ന വരികളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ.